ആരും വീട്ടിലില്ലാത്ത തക്കത്തിന് ഞാൻ ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട് കുഴപ്പമുണ്ട് ഒരു കുഴപ്പം വന്നോ അല്ല ഈ ജിജോ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയാ ഒരാളുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്. അതേ സ്വന്തമായിട്ട് സംരംഭം ഉണ്ടാക്കി അവൻ അന്നും പാവം ഇന്നും പാവം. വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദേശങ്ങളോ എന്തെങ്കിലും അങ്ങ് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എന്താ കണക്കപ്പിള്ളയുടെ വീട്ടിൽ ഉറക്കുന്നു കരിക്കുന്നു, അത് ശരി. കണക്കെടുത്ത് നോക്കുമ്പം കരച്ചിലും വിളിച്ചു. ഇത് ഞങ്ങളുടെ അപ്പച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ അപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അത് ശരി. അതിനകത്ത് വലിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അടിക്കാഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവന് കുഞ്ഞുനാളി എന്തോത്തിനൊരു നമ്മൾ പിച്ചുവല്ല പിള്ളേരെ, അപ്പൊ അങ്ങനെ ഒരു പിച്ചു പിച്ചാൽ ഒരു പ്രതികരണവും ഇല്ല, അല്ലെങ്കിൽ ഒന്ന് കരയോ ഒന്നും ഞാനിങ്ങി ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെന്തോ വേദന അറിയത്തില്ലയോ. പണ്ടത്തെ പിള്ളേരുടെ കണക്കല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഒരു കുറച്ചും കൂടി ഒരു ഇതുണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ആൾക്കാർ വേണം, അങ്ങനെ ആൾക്കാർ വേണം. വെറുതെ അങ്ങ് മൂലെ കുത്തിയിരിക്കുന്ന പിള്ളേരാകരുത്. M3 ഇൻ്റർനാഷണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇത്ര നാളുള്ള പോഡ്കാസ്റ്റുകളിലൊക്കെ ജിജോ ജോർജും ഞാനും തമ്മിലുള്ള കുറേ ടോക്കുകളും ആളുടെ ഇൻസ്പിറേഷൻ സ്റ്റോറീസൊക്കെയാണ്. പക്ഷേ അതിലുപരി ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് കൊട്ടാരക്കരയിലെ തന്നെ വൺ ഓഫ് ദ ഒരു പ്രതിഭയായിട്ടുള്ള നമ്മുടെ ജിജോ ജോർജിൻ്റെ മദർ റോസമ്മ ജോർജ് ആണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്, സുഖമാണോ? അതെ, സുഖം തന്നെ. ആൻറ്റിയുടെ സണ്ണാണ് ജിജോ ജോർജ്. അപ്പോൾ ജിജോ ജോർജിൻ്റെ ഒരു വളർച്ചയും താഴ്ചയും ആളുടെ സക്സസ്സും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ ഏക ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ വൈഫിനെക്കാട്ടിലൊക്കെ മുമ്പേ കണ്ടു തുടങ്ങിയതാണല്ലോ, ചെറുപ്പം തൊട്ട് നിക്കറിട്ട പ്രായം തൊട്ടേ കണ്ടു തുടങ്ങിയതാണല്ലോ. ചെറുപ്പപ്രായം തൊട്ടുള്ള കാലഘട്ടം ഇങ്ങനെ കണ്ട് വളർന്ന സ്ഥിതിക്ക് ജിജോ ജോർജ് എന്നൊരു വ്യക്തിയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ വല്ലോ? വരയ്ക്കാൻ അവൻ ചെറുപ്പത്തിൽ. അത് ശരി. ഒരു കല ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലേ? അത് അമ്മയാണോ മനസ്സിലാക്കിയത്? അപ്പം ഈ ഒരു കലയും കാര്യങ്ങളും സാംസ്കാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇടപെടലുകളൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം. എനിക്കും വരയ്ക്കാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പടമൊക്കെ നല്ലതായിട്ട് വരയ്ക്കുമായിരുന്നു. ഓക്കെ. അതിൻ്റെ ഒരു വാസനയുടെ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ തന്നെത്താൻ വളർത്തിയെടുത്ത് ആളുടെ ഒരു കഴിവ് കൊണ്ടുവന്നു. അമ്മയുടെ അപ്പോൾ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? കാരണം ഇപ്പോഴത്തെ ജെൻസി എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറഞ്ഞൊരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അവർക്ക് ഫോണുണ്ടാവും, അല്ലെങ്കിൽ അവർ ജനിക്കുമ്പോൾ തന്നെ ഒരു ഡിജിറ്റൽ എറയിലോട്ടാണ് വരുന്നത്. പണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. ഒരു 70, 80, 90 കാലഘട്ടങ്ങളിൽ അത്രയും ഇല്ലായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ഒരു അരമണിക്കൂർ ഓക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഫോൺ എടുത്ത് കുറച്ച് റീലുകൾ കാണും. പക്ഷെ അന്ന് എങ്ങനെയാണ് നമുക്ക് സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നത്? അന്ന് സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അടുത്തൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്തൊക്കെ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാവരും കൂടെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തുവാ പോച്ച പറിക്കുക, തോലടിക്കുക, ഇങ്ങനെയുള്ള ജോലികളുണ്ട്. അപ്പോൾ ഈ ജോലിയുടെ കൂട്ടത്തിൽ ജോലി പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ കളിക്കും. ഇത്രയും പേരും കൂടെ 10-20 പിള്ളേർ കാണും, പെൺപിള്ളേർ മാത്രം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പല സംഘം ചേർന്നിരുന്ന് കളിക്കുക. അതിൽ അത് 70, ഇപ്പം ഒരു 70, എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. ഒരു 78 വയസ്സ് വരെയുള്ള, ഇപ്പോൾ 78 വയസ്സ് വരെയുള്ള ആളുകൾ ഇത് കളിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ എൻ്റെ അനിയത്തിക്ക് 55 വയസ്സുണ്ട്. അപ്പോൾ അവൾ ഇത് കളിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ ആ പ്രായത്തിലൊന്നും അന്നേരം ഈ കളികളില്ല. അപ്പോഴത്തേന് അതെല്ലാം അങ്ങ് നിന്നുപോയി. അപ്പോഴത്തേന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നു. കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ആ ഒരു തിരക്ക്, പിന്നെ അവരെ പഠിപ്പിക്കുന്നത്, പിന്നെ അവരെ എഴുതിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വന്നപ്പോൾ പിള്ളേരെ വെളിയിലോട്ട് വിടാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞു വന്നപ്പോൾ അവർക്ക് ആ കളി നിന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ, എനിക്ക് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ, ഒരു 10, 12, 14 വയസ്സൊക്കെ ഉള്ള പിള്ളേർ, ഞങ്ങൾ ഇത്ര പ്രായത്തിലുള്ള പിള്ളേരായി. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഈ കളിക്കുന്നതെന്ന് പറയുന്ന കല്ലുകളി, ഉദാഹരണം ഒരു കല്ലുകളി തന്നെ പലതുണ്ട്.
പേര് കല്ല് എങ്കിലും എങ്കിലും ആയുധം കല്ലെങ്കിലും വെച്ചാണെങ്കിൽ കളികൾ കളികൾ ഇങ്ങനെ പലത്. കുഴിപ്പാറ, ഒരു കളിയുടെ പേര് കുഴിപ്പാറ, അഞ്ചുകല്ലും പാറ, ഓ സമ്പാദ്യം, ഞൊടി. നമുക്ക് ആകെ അറിയുന്ന ഗോലി കളി മാത്രമേ ഉള്ളൂ. ഗോലികളിയുടെ ആശാട്ടിയായിരുന്നു ഞാൻ. അത് ആൺപിള്ളേരുടെ കളിയാണെങ്കിൽ തന്നെ ഞാൻ കളിച്ചിട്ടുണ്ട്. അത് ശരി. അത് പറയാം. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പിന്നെയും കളികളുണ്ടായിരിക്കും, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് ഇത്രയും കല്ല് വെച്ചുള്ള കളികളാണ്. ഈ കല്ലെന്ന് പറയുന്നത് നമ്മൾ എവിടുന്നാണ് കല്ല് സമ്പാദിക്കുന്നത്? കല്ല് ഈ റോഡ് പണിയാനൊക്കെ അന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത്. റോഡ് പണിയാൻ മെറ്റിൽ കൊണ്ടിടുമല്ലോ. മെറ്റിൽ കൊണ്ടിടുമ്പോൾ അതിനകത്തുനിന്ന് ചെറിയ ചെറിയ കല്ലുകൾ, അതായത് ഒരു ഗോലിയെക്കാട്ടിലും വലിപ്പത്തിലുള്ള കല്ല് പറക്കി കൊണ്ടുവന്ന് അത് കളിച്ച് അതങ്ങ് ഗോലിയുടെ സൈസാവും. തേഞ്ഞ് അപ്പോൾ ഇത് കളിച്ചിട്ട് ഈ കല്ലുകളെല്ലാം കൊണ്ടുവന്ന് പാത്ത് വെക്കുന്നത് അത് മറ്റുള്ള കക്ഷിക്കാർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ കല്ല് ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ ഞങ്ങൾ കളിക്കുമായിരുന്നു. അങ്ങനെ കുറേ സമയം പോകും. അപ്പോൾ ഈ കളിക്കുകയും വേണം, പോച്ചയും പറിക്കണം, ആടിനെ തീറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നടക്കണം. പോച്ചയില്ലെങ്കിൽ അന്ന് ശിക്ഷയാണ്, നമുക്ക് പണിയാണ്. അപ്പം തോലും വേണം, ആടിനെ തീറ്റണം. ഇത് ഞങ്ങളുടെ ഇത്രയും പേർക്കും ഉണ്ട് ജോലി. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ പുരയിടമുണ്ട്. അപ്പം ഇങ്ങനെ ചുമ്മാ നാടിനെയൊക്കെ അങ്ങ് വിട്ടിരുന്നാൽ മതി. അവർ നമ്മളൊരു മേൽനോട്ടം വേണം, നമുക്ക് കളിക്കാൻ വേണം. അപ്പോൾ ഈ വേറെ കളികൾ എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്താ നമുക്കിപ്പം? വേറെ അടിച്ചോട്ടമുണ്ട്, ഒന്തിത്തൊടിയിലുണ്ട്. ഒന്തിത്തൊടിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കാലയിൽ ഒന്തിക്കൊണ്ട് അടുത്ത ആളിനെ പോയി തൊടുക. തൊട്ടാൽ ആ ആള് ജയിച്ചു. തൊട്ടില്ലേ നമ്മുടെ കാല് കഴിച്ചു പോയാൽ നമുക്ക് പിന്നെ രണ്ട് കാലും തറയെ തൊട്ടെങ്കിലല്ലോ പഴയ സിനിമയിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള കളിയുണ്ട്. പിന്നെ വള്ളിച്ചാട്ടം എന്ന് പറയുന്നൊരു കളിയുണ്ട്. അത് വള്ളി എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ വള്ളി വെച്ചാൽ കളിക്കുന്നത്. പിന്നെ ഇത് അതിന് പറയുന്നത് പ്ലാസ്റ്റിക്. ഇപ്പൊ സർക്കസുകാരുടെ കയ്യിലുണ്ട് ആ സംഭവം, അവർ കളിക്കും. പിന്നെ അമ്മാനിയാട്ടം. അമ്മാനിയാട്ടം രണ്ടെണ്ണം ഇട്ട്, 2 നാരങ്ങ അല്ലെങ്കിൽ 2 കല്ല് അല്ലെങ്കിൽ 2 വെള്ളയ്ക്ക വെച്ച് ആദ്യം കളിക്കും. അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ 3 വെള്ളയ്ക്കായിട്ട്, പിന്നെ 4 വെള്ളയ്ക്കായിട്ട് ഇങ്ങനെ കളിച്ച് പിന്നെ അത് തിരിഞ്ഞ് കൊത്തും, തിരിഞ്ഞ് പിടിക്കും. ആദ്യമേ നമ്മളിങ്ങനെ കളിക്കും, അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് അങ്ങനെ അത് തന്നെ പലത്. അപ്പം ഞാൻ പറയട്ടെ, അപ്പം ആ ഒരു ഇപ്പം നമ്മളത് തമാശയ്ക്ക് അതൊരു കളിയാന്ന് പറയെങ്കിലും അത് നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ബുദ്ധിയും കൂടി അത് നമ്മളെ വളർത്തുന്ന ഒരു കാര്യം കൂടിയല്ലേ. ഇനി വീട്ടിൽ ജോലി ഇല്ലല്ലോ. വീട്ടിൽ ജോലി അമ്മയോ അല്ലെങ്കിൽ ചേച്ചിമാരോ അവരാരെങ്കിലും ഒക്കെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ ജോലിയാണ് ഈ പോച്ചപ്പറിപ്പ്. അപ്പം ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യവും കൂടെ ഉണ്ട്. പിന്നെ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. വീട്ടിലപ്പോൾ കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? കൃഷി അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വിൽക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ഹൗസ്, ഒരു ഹോം, വീട്ടിലെ തോട്ടം അത്രയൊക്കെ ഉള്ളൂ. കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ളൊരു വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ 10ാം ക്ലാസ് പാസ്. ശരി. പിന്നെ പോയില്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ 10 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ഉദ്യോഗത്തിന്റെ ഒരു ഇതുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അന്ന് പിന്നെ TTCക്ക് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടി അന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ വിട്ടിരുന്നെങ്കിൽ, എന്നെ വിടാഞ്ഞതല്ല കുഴപ്പം, എൻ്റെ കുഴപ്പമാണ്. ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടിപ്പോയേനെ. കാരണം അന്ന് എൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം, പരീക്ഷ എഴുതിയവർക്കെല്ലാം ജോലി കിട്ടി. ഇപ്പോൾ അവർ പെൻഷൻ മേടിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുറ്റമല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ വർഷം എഴുതിയില്ല. എഴുതാതെ വന്നപ്പം പിന്നെ 2ാമത്തെ വർഷം അപ്പം പഠിക്കാൻ ഇച്ചിരി മോശമായി പോയി എന്ന് സാറിന് തോന്നിയത് കൊണ്ട് സാറ് പേരെടുത്ത് പറഞ്ഞു, റോസമ്മ പരീക്ഷ എഴുതണ്ട, അതാണ് നല്ലതെന്ന് പറഞ്ഞു. എനിക്കത് കേൾക്കാഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം എഴുതിയാൽ മതി. അന്ന് ട്യൂട്ടോറിൽ പോകണ്ട, പിറ്റേ വർഷം സ്കൂളിൽ തന്നെ ഇരുന്ന് പഠിക്കാം. പക്ഷേ അമ്മ പറഞ്ഞു, നീ പരീക്ഷ എഴുത്, ജയിക്കും അതാന്ന് പറഞ്ഞണൊക്കെ ഞാൻ കേൾക്കത്തില്ല. ഞാൻ അതനുസരിച്ചില്ല, അത് വേണം പറയാൻ. ഞാൻ പരീക്ഷ എഴുതിയില്ല, പിറ്റേ വർഷം എഴുതി, ജയിച്ചപ്പോൾ എൻ്റെ അനിയത്തി ഞാനും കൂടെ ഒന്നിച്ചാണ് 10ാം ക്ലാസ് പാസ്സാകുന്നത്.
അതൊരു അവളെന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ പിന്നെ 3-4 വയസ്സിന് ഇളയതാണെങ്കിലും അവളെ 4 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർത്തത് കൊണ്ട് അവൾ 15 വയസ്സായപ്പോഴത്തേനും അവൾ 10ാം ക്ലാസ്സിൽ വന്നു. 14 ആയപ്പോഴത്തേനും 10ാം ക്ലാസ്സിൽ വന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് 15. പക്ഷേ എനിക്ക് 2 വയസ്സൂടെ മുമ്പോട്ട് പോയപ്പം 2 പേർക്കും കൂടെ ഒരു ക്ലാസ്സിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയാലും ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിൽ വരണ്ടായി. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എനിക്ക് മൂത്തൊരു സഹോദരനുണ്ട്, എനിക്ക് നേരെ മൂത്തത് 72-73 വയസ്സുണ്ട്. അപ്പോൾ അന്ന് അച്ഛാതന് ഏതാണ്ട് ഒരു 19 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ അച്ഛാതന് ജയഭാരത് ആയുർവേദശാല എന്ന് പറയുന്ന പുനലൂർ വൈദ്യശാലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് കോട്ടയത്തുണ്ട്. അപ്പോൾ കോട്ടയത്ത് മാനേജറായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛാതൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അന്ന് ഫോണും സൗകര്യമൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതെവിടെ ചെന്ന് പുനലൂർ ചെന്ന് ജയഭാരതത്തിൽ തന്നെ ചെന്ന് അച്ഛാതനായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞ് നീ പിന്നെ നിങ്ങൾ രണ്ടും കോളേജിൽ പോകണം, പുനലൂർ SN കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അതെന്താ നീ പോകാത്തത്? അത് അപ്പം എൻ്റെ ചേട്ടത്തിയെ കെട്ടിച്ചു വിട്ടപ്പം ആ ഭാരം മുഴുവനും അപ്പം വീട്ടിലെ അടുക്കള ജോലികളെല്ലാം പിന്നെ ഞാൻ പതുക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരു 14-15 വയസ്സേ ഉള്ളൂ. പിന്നെ മൂത്ത ആള് ഞാനാ. അപ്പം വീട്ടിലെ കാര്യങ്ങൾ പിന്നെ താഴെയുള്ളതെല്ലാം കൊച്ചു പിള്ളേർ. അപ്പോൾ അവരെ നോക്കണം. അമ്മയുണ്ട് അപ്പച്ചനുണ്ട് എങ്കിൽ തന്നെ വീട്ടിലെ ഒരു ഭാരം 15ാമത്തെ വയസ്സിൽ ഏറ്റെടുത്തു. അപ്പോൾ പഠിക്കാനുള്ള ഒരു ഫോക്കസ് അങ്ങ് മാറിപ്പോയി. അന്നേരം പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പഠിക്കുകയും വേണം, വീട്ടിൽ ജോലിയും ചെയ്യണം. അയ്യോ എനിക്ക് കഴിയത്തില്ല, ഇപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ എന്തോ പ്രയോജനം എന്ന് അപ്പം പറഞ്ഞു. പിന്നെ അല്ല നീ വീട്ടിൽ നിന്നാൽ അന്നൊക്കെ പെൺപിള്ളേർ വീട്ടിൽ നിന്നാൽ വേറൊരു സ്റ്റൈലായി. അപ്പം നീ വീട്ടിൽ നിൽക്കണ്ട, വീട്ടിൽ നിന്നാൽ നീ വൃത്തിയായിട്ട് പോകും, അതുകൊണ്ട് നീ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ നീ വെറുതെ വീട്ടിൽ നിൽക്കേണ്ട. അപ്പോൾ അനിയത്തിയെ കൊണ്ട് അഡ്മിഷൻ എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ നിൽക്കണ്ട, എന്തുമായാലും നീ എന്നാൽ തയ്യലിന് പോകും. അപ്പോൾ തയ്യലിന് പോയി. അപ്പോൾ എന്നാലും പോയേ വെക്കുമല്ലോ, എന്നാലും വീട്ടിലെ ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അന്ന് 3-4 പിള്ളേരുണ്ട്. ഞങ്ങളിങ്ങനെ തയ്യലിന് കുറച്ച് ദൂരം നടക്കണം. ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോവും. അവിടെ ചെന്ന് തയ്യലൊക്കെ പഠിച്ചു. 1 വർഷം പഠിച്ചു. 1 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പഠിച്ചില്ല. പഠിക്കാഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോഴുണ്ട് അച്ഛാച്ചൻ പറഞ്ഞു നീ തയ്യലിന് പോകുന്നതൊക്കെ കൊള്ളാം, നീ അടുത്ത വർഷം കോളേജിൽ പോയി നോക്കൂ. ഞാൻ വിചാരിച്ചു ഇനി അതും വിഷമമായിരുന്നു. ഇനിയിപ്പോൾ തയ്യൽ പഠിക്കണ്ട, ഇനി എന്തായാലും അടുത്ത വർഷം ഇങ്ങനെ വിടും. അപ്പോൾ തയ്യൽ പഠിച്ചു അതുമില്ല, കോളേജിൽ പോയോ അതുമില്ല. തയ്യൽ പഠിച്ചു കഴിഞ്ഞ് ഉടനെ എനിക്ക് മെഷീൻ എടുത്ത് തന്നപ്പോൾ എനിക്ക് തയ്ക്കാൻ അറിഞ്ഞുകൂടാമെങ്കിലും ഞാൻ ഈ പഠിച്ചതെല്ലാം ഞാൻ പാറ്റേൺ വെട്ടി വെച്ചിരുന്നു, വരച്ച് വെച്ചിരുന്നു. ആ ഒരു വാസന നമ്മുടെ ഉണ്ടായോണ്ടത്. അപ്പോൾ എന്തോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൈ തയ്ക്കാൻ കൊണ്ട് തന്നത് ഒരു ചട്ട തയ്ക്കാൻ കൊണ്ട് തന്നു. ആരും വീട്ടിലില്ലാത്ത തക്കത്തിന് ഞാൻ ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട് ഒരു കുഴപ്പം വന്നോ അല്ല, ആരും വീട്ടിലില്ലാത്ത തക്കത്തിന് ഞാൻ മേശപ്പുറത്തോട്ട് ഈ പാറ്റേൺ എടുത്ത് വെച്ചിട്ട് ഈ തുണിയും കൂടെ കൊണ്ടുവച്ച് അതിൻ്റെ മേളിൽ ഇതേ അളവായിരുന്നു, അത് വെച്ച് വെട്ടി ഇഞ്ഞെടുത്ത് ചട്ട തയ്ച്ചു കൊടുത്തു. റോസമ്മ തയ്ച്ച ചട്ട സൂപ്പർ. ആദ്യം തന്നെ എനിക്ക് പേര് കിട്ടി. ചട്ടയ്ക്ക് 75 പൈസയായിരുന്നു അന്നത്തെ തയ്യക്കൂലി. എനിക്ക് 1 രൂപ തന്നു. ഞാൻ തിരിച്ച് 25 പൈസ കൊടുത്തപ്പം എന്നാന്ന് ഓർത്തോണം 76 അപ്പം പിന്നെ തിരിച്ച് 25 പൈസ കൊടുത്ത് പറഞ്ഞു അത് മോളെടുത്തു, തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 1 രൂപ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇതങ്ങ് കേൾവിയായി കഴിഞ്ഞിട്ട് ഒരു വല്യപ്പൻ കൊണ്ടുവന്ന് ഒരു ജുബ്ബ തയ്ക്കാൻ കൊണ്ടുവന്നു. ജുബ്ബയിലോട്ട് പോയി. അത് ഫുൾ കൈ ഇവിടെ ഇങ്ങനെ ഓപ്പൺ, ഇവിടെ ഇങ്ങനെ ബട്ടൺസ് വെക്കുന്ന ഒരു ചെറിയ മുത്ത് പോലത്തെ ഒരു തയ്യൽ അറിഞ്ഞുകൂടാന്ന് പറയാൻ നോക്കും. നാണക്കേടില്ല. 1 വർഷം തയ്ക്കാൻ പോയണൊക്കെ തയ്യൽ അറിഞ്ഞുകൂടാന്ന്. എന്തുമായാലും കൊള്ളാം, ഞാൻ തയ്ച്ചെടുത്തു. ഫുൾ കൈ 7 രൂപ തയ്യക്കൂലി തന്നു. അതിഞ്ഞ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട്
എൻ്റെ ഈ മൂന്നാമത്തെ നാലാമത്തെ ആങ്ങളമാർ ഇവർ മദ്ബായി കയറി. മദ്ബായി കയറി എന്നെ കുപ്പായം തയ്ക്കണം. അപ്പോൾ ഒരു കുപ്പായം കടയിൽ കൊടുത്ത് തയ്പ്പിച്ചു. അവരന്ന് 7ലും 8ലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കടയിൽ കൊടുത്ത് തയ്പ്പിച്ചേച്ച് ഞാൻ ആ വെട്ടുന്നതൊക്കെ നോക്കി നിന്നേച്ച് മറ്റേത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തയ്ച്ചു. പള്ളിയിലെ ശുശ്രൂഷ കുപ്പായം. ഇതാണ് എൻ്റെ മൂന്ന് ആദ്യത്തെ സംരംഭം. അത് മൂന്ന് തരത്തിലുള്ള ഒരു വർക്കായിരുന്നു. പക്ഷെ അത് എനിക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റിയില്ല. അതെവിടെ വെച്ചത് നിന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴേ അപ്പോഴും എൻ്റെ അച്ചാച്ചൻ പറഞ്ഞ് നീ എന്നാലും വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടും ജോലിയും വേലയൊക്കെ ഇല്ലയോ, അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിനക്ക് ഞാനൊരു മെഷീൻ മേടിച്ച് തരും, എന്നെ കെട്ടിച്ച് ഇഞ്ഞ് വിട്ടണൊക്കെ ഒരു മെഷീൻ മേടിച്ച് തരും, ഞാൻ പിന്നെ തയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം തയ്യൽ തുടങ്ങി നല്ല ശരിക്കും തയ്ക്കുമായിരുന്നു. രാത്രിയിലും പകലും ഒക്കെ തയ്യലുണ്ടായിരുന്നു. വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ജോമോനുണ്ടായി. ജോമോൻ്റെ കാര്യങ്ങളും അവൻ്റെ സ്കൂളിൽ പോക്കും എല്ലാം കഴിഞ്ഞിട്ട് നല്ല പൈസ ഉണ്ടാക്കിയെങ്കിൽ അത് വീടൊക്കെ വെക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 22 വർഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് അന്നേരം പിന്നെ പേർഷ്യപ്പൊക്കെ പിന്നെ ബെഡ് റെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ അവനെ നോക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് അപ്പോഴത്തേനും അവൻ വളർന്നു വരുന്നു. അപ്പോഴത്തേനും ഈ തയ്യലെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഏതാണ്ട് ഒരു 10-25 വർഷം തയ്ക്കാതിരുന്നേച്ച് വീണ്ടും ഒരു 5-6 വർഷം വീണ്ടും തയ്ച്ചു. ഇപ്പം മക്കൾക്ക് വേണ്ടി കുറെ സമയം മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? മക്കൾക്കും വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടേ ഉള്ളൂ. അതെ, ബാക്കി ആ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. അപ്പം ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചെറുപ്പകാലഘട്ടം കഴിഞ്ഞു, നമ്മളൊരു സ്കില്ലൊക്കെ ഉണ്ടാക്കി, സ്കൂൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിപ്പം കല്യാണം കഴിച്ചതെന്ന് പറയാം. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തോട്ടാണല്ലോ വരുന്നത്. നമ്മുടെ പഴയ സ്ഥലം എവിടെയായിരുന്നു? കോട്ടവട്ടം. അപ്പോൾ അവിടുന്ന് ഈ വടകോട്ടിലോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് പുതിയൊരു സ്ഥലത്ത്? അത് സത്യം പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അല്ല, വീട്ടിലെ ജോലിയും വേലയും. അന്ന് പിന്നെ ഞങ്ങൾ 8 മക്കളാണ്. അപ്പം ഇങ്ങനെയുള്ളവരുടെ വീട്ടിലെ അംഗങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ 6 മക്കൾ, അപ്പച്ചനും അമ്മയും. അപ്പോൾ എനിക്ക് ആ 8 പേരിൽ നിന്ന് 6 പേരിലോട്ട് വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അല്ല, എനിക്ക് അതൊരു ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. കാരണം അത്രയും അടുത്തുനിന്ന് ആ ഒരു ഇതില്ല, ഒരു വന്നില്ല. അപ്പം കുറച്ചും കൂടി ഒരു ഭാരമായിട്ട് തോന്നിയില്ല. ഇവിടെ വന്നതിന് ശേഷം പിന്നെ എങ്ങനെയാ പള്ളിയായിട്ടുള്ള ഒരു പള്ളിയായിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അമ്മയ്ക്ക് പള്ളിയിൽ പോകണം നിർബന്ധം. അത് ഞായറാഴ്ച അമ്മ പള്ളിയിൽ പോയി വെക്കും. അപ്പം അമ്മ പള്ളിയിൽ പോകുമ്പം എനിക്കങ്ങനെ പോകാനൊക്കത്തില്ല. കാരണം പള്ളിയിൽ പോയിട്ട് അപ്പച്ചനും അമ്മയൊക്കെ വരുമ്പോഴത്തേന് വീട്ടിലെ കാര്യങ്ങൾ 11 മണിയാവും എന്തുമായാലും പള്ളിയിൽ നിന്ന് വരുമ്പോൾ. അപ്പം വരുമ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് വെക്കാനൊക്കത്തില്ല. അപ്പോൾ കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോഴത്തേന് പള്ളിയിൽ ചെല്ലുമ്പോഴത്തേന് എന്തുമായാലും കുർബാനയ്ക്കൊക്കെ കയറി കഴിയും. അപ്പോഴത്തേന് പിന്നെ ജോമോനെ പിന്നെ പള്ളിയിൽ കൊണ്ടുപോകാൻ വീട്ടിലെ പിള്ളേർ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. പിന്നെ തീരാറാകുമ്പോഴാണ് ഞാൻ പോകുന്നത്. പള്ളിയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാനുള്ള നേരമില്ല. അതൊക്കെ അമ്മ പൊക്കോളും. അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ട് അമ്മ തന്നെ പോയി തുടങ്ങിയിട്ടില്ലേ? പിന്നെ ആക്റ്റീവായിട്ട് തന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ സ്ത്രീ സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ടും പിന്നെ പ്രാർത്ഥന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടും പിന്നെ അല്ലാതെ ഈ വെള്ളി ബുധൻ പ്രാർത്ഥന അതിന്റെയൊക്കെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. സമാജത്തിനൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും സ്ത്രീ സമാജത്തിന് പോകുന്നുണ്ട്. പിന്നെ പള്ളിയിലെ ഈ സ്ത്രീ സമാജത്തിന്റെ വക ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ പാസ്സായി. ഒന്നേ എഴുതിയുള്ളൂ, 1 മതിയെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇപ്പം ജിജോ ജോർജ് അദ്ദേഹത്തിന്റെ ചേട്ടൻ, അപ്പൊ രണ്ടുപേരും 2 രീതിയിൽ വളർന്നു വന്ന ആൾക്കാരാണ്. പ്രായം രണ്ട് കാലഘട്ടത്തിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പം ഈ ജിജോ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയാ,
ഒരാളുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്, അതേ സ്വന്തമായിട്ട് സംരംഭം ഉണ്ടാക്കി. അവൻ അന്നും പാവം ഇന്നും പാവം, അതിലും പാവാ. അത് ശരി. അപ്പൊ സ്വന്തമായിട്ടൊരു M3 ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഇടുന്നു. അത് കുറെ നാൾക്ക് ശേഷം ആദ്യം ഒരു ചെറിയ റൂമിൽ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. വീട്ടിൽ തന്നെ വരയൊക്കെ അങ്ങനെ. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മക്കളെ ഇങ്ങനെ ഇവിടെ ഇത് ചെയ്യാതെ നീ പുറത്തോട്ടെങ്ങാനും പോ, നീ അത് നോക്കാം, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, പിന്നെ അത് പിന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാവും, കല്യാണം കഴിക്കുന്ന പ്രായമാകുമ്പോഴത്തേനും അതൊരു ബുദ്ധിമുട്ടാവും. പെൺപിള്ളേർക്ക് ഇപ്പം ജോലിയുള്ളവരെയാണ് വേണ്ടുന്നത്, അല്ലാതെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസിട്ടോ ഇരിക്കുന്നതല്ല നല്ലത്. അതല്ല പെൺപിള്ളേർ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു ഒന്നും ഏറ്റില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇനി അവൻ്റെ ഇഷ്ടം പോലാട്ടെ, നമ്മളേതായാലും പറഞ്ഞു കൊടുത്തു, ഇനി അവൻ്റെ ഇഷ്ടം പോലാട്ടെ. പിന്നെ അവിടുന്ന് അങ്ങ് പോയി നമ്മുടെ മുമ്പിൽ തെളിയിച്ച് വന്ന് എന്ന് വിചാരിക്കുന്നു. അമ്മയുടെ മോനെ ഒരു സംരംഭകനായി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, അപ്പോൾ അതിന് മുന്നേ ഒക്കെ പല വിഷമഘട്ടങ്ങളിലും അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദേശങ്ങളോ എന്തെങ്കിലും അങ്ങ് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസയൊക്കെ സൂക്ഷിക്കണം. ഇപ്പം പലയിടത്തെ വർക്കുകളാണല്ലോ നടക്കുന്നത്, ഒരിടത്ത് തന്നെ അല്ലല്ലോ. അപ്പം പലയിടത്തെ വർക്ക് നടക്കുമ്പോൾ പല പൈസ കൊണ്ടുവെക്കാൻ പല പാത്രങ്ങൾ, ഡബ്ബകൾ എന്തെങ്കിലും കൊണ്ടുവെക്കണം. അപ്പോൾ ഒരിടത്തത് ഒരു പാത്രത്തിൽ, അടുത്ത പാത്രത്തിൽ, ഇങ്ങനെ 3-4 പാത്രം വെച്ചിരുന്നാൽ അവരവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയാൽ മതി. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് കൂട്ടി കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഏതിൽ നിന്നാണ് എടുത്തത്, ആർക്കായിരുന്നു കൊടുക്കേണ്ടുന്നത്, അങ്ങനെയുള്ളത്. എല്ലാത്തിനും ഒരു ചിട്ടയും ഒരു ഓർഡറും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴഞ്ചൊല്ലുകൾ വല്ലതും ഉണ്ടോ? പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്താ, കണക്കപ്പിള്ളയുടെ വീട്ടിൽ ഉറക്കുന്നു കരിക്കുന്നു, കണക്കെടുത്ത് നോക്കുമ്പം കരച്ചിലും വിളിച്ചു. ഇത് ഞങ്ങളുടെ അപ്പച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ അപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അത് ശരി. അതിനകത്ത് വലിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗൈഡൻസ് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഊർജം നൽകിയിട്ടുണ്ടല്ലേ? ഊർജം നൽകിയിട്ടുണ്ട്. അമ്മയുടെ അമ്മ ഉള്ളൊരു കാലഘട്ടം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ ഒരു കോമഡി ആയിരുന്നു. പക്ഷേ അമ്മ 90 വയസ്സായണൊക്കെയാണ് മരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് ഒരുപാട് കോമഡി പാട്ടുകളൊക്കെ അറിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മക്കൾക്കാർക്കും അത് പഠിക്കാൻ പറ്റിയില്ല. അത് ഇപ്പം ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്തെങ്കിലും അത് ഒരു വരി പോലും പറയാൻ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ അമ്മ അത് കൂടെ പാടുകയും ചെയ്യുമായിരുന്നു, കഥയും പറയുമായിരുന്നല്ലോ. പക്ഷെ ഒന്നും ശേഷിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു അമ്മയുടെ ഒരു കഥ പറച്ചിലിൻ്റെ ഒരു കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? ഒരു അത് ഉണ്ടായിരിക്കും, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അപ്പോൾ അമ്മയുടെ അപ്പച്ചൻ അത് നല്ല കോമഡിയായിരുന്നു, ഭയങ്കര കോമഡിയായിരുന്നു. അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതും ഒന്നും ശേഷിച്ചില്ല എന്നുള്ളത്. ഇന്നത്തെ കൂട്ട് ഫോണോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കായിരുന്നു. അതും പറ്റിയില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അന്നത്തെ കുറേ അതിൻ്റെ ഒക്കെ ആയിരിക്കും ബാക്കി ഇങ്ങോട്ട് വന്നപ്പോൾ അവനിൽ എന്തൊക്കെയോ കയറി പറ്റി. അതാ ഞാൻ ആലോചിക്കുന്നത്. പാവമാണ്, ജെനുവിനാണ് ആള്, ഭയങ്കര നന്മയുള്ള. പണ്ടേ അവൻ അങ്ങനെ ഒരു ശീലക്കാരനാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഞാൻ വഴക്ക് പറയും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കരഞ്ഞാൽ പിന്നെ അന്ന് സ്കൂളിൽ പോവുകയില്ല. അങ്ങനെയൊക്കെയുള്ള ചില നിർബന്ധങ്ങൾ. പിന്നെ ഞാൻ അടിച്ചിട്ടില്ല. അടിക്കാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവന് കുഞ്ഞുനാളി എന്തോത്തിനേലും നമ്മൾ പിച്ചുവല്ലോ പിള്ളേരെ. അപ്പോൾ അങ്ങനെ ഒരു പിച്ചാൽ ഒരു പ്രതികരണവും ഇല്ല, അല്ലെങ്കിൽ ഒന്ന് കരയോ ഒന്ന് ഞണിങ്ങി ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെന്തോ വേദന അറിയത്തില്ലയോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം വേദന അറിയാൻ വയ്യാത്തൊരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ എങ്ങനെ? അപ്പം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് പിന്നെ കുഞ്ഞു പരുവത്തിൽ എന്തോ ഒരു ഇഡ്ഡലി പാത്രം ഒരു പുട്ടുകൂടോ കൊടുത്താൽ മതി, മുറ്റത്ത് അടുപ്പ് കൂട്ടി അത് അവൻ പരിപാലിച്ചോളും. ചുള്ളിയൊക്കെ പറക്കൊണ്ട് വെച്ച് അവൻ തന്നെ അത് ചെയ്തോളും. ഒരു ശല്യക്കാരനും അല്ലായിരുന്നു. വീട്ടിലിങ്ങനെ ഒരു കൊച്ചുണ്ടെന്ന് ആ പ്രദേശത്ത് ആർക്കും അറിയത്തുമില്ല. കാരണം ഒരു വഴക്കുമില്ല. അപ്പുറത്ത് ഞങ്ങളുടെ പുരയിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒന്നിച്ച് കിടക്കുക റബ്ബറുണ്ട്. അപ്പോൾ അത് ചിരട്ട നിറഞ്ഞിരുന്നാലും അത് അവിടെ ഇരിക്കുകയുള്ളൂ. അതൊന്ന് തട്ടിക്കളയോ എടുത്തു കളയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു കുരുത്തക്കേടില്ല. അങ്ങനത്തെ ഒരു അപ്പോൾ നമ്മുടെ ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ പുതിയ കുറേ ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേരെ കാണാറുണ്ടല്ലോ. അപ്പോൾ
ഈ വളർന്നു വരുന്ന പുതിയൊരു തലമുറയുടെ എന്തൊക്കെ പറയാനുള്ളത്? അതായത് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പണ്ടത്തെ പിള്ളേരുടെ കണക്കല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു 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 കുറച്ചും കൂടി ഒരു ഇതുണ്ട് ഉണ്ടല്ലോ. അപ്പം കുറേയൊക്കെ അങ്ങനെയും കൂടെ പോട്ടെ. പോട്ടെ, അങ്ങനെ ആൾക്കാർ വേണം. അങ്ങനെ ആൾക്കാർ വേണം. വെറുതെ അങ്ങ് മൂലയെ കുത്തിയിരിക്കുന്ന പിള്ളേരാകരുത്. ആകരുത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലൊന്നുമല്ല. അതായത് ഒന്ന് പ്രണയിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണണമെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിലോ ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്ക് മാട്രിമോണി ഉണ്ട്, നമുക്ക് ബമ്പിളുണ്ട്, മറ്റേ ടിൻഡറുണ്ട്, ആപ്പുകളുണ്ട്, ആപ്പ് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, കാണാനും എടുക്കാനും. ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഫോണുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. പണ്ട് എങ്ങനെയായിരുന്നു പരിപാടിയൊക്കെ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മകളായിട്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യം തന്നെ, എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം. അതെ. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്, 76 വയസ്സുണ്ട്. അത് ശരി. അപ്പം അമ്മാമയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ഒരു 18ാമത്തെ വയസ്സിൽ അമ്മാമയെ കല്യാണം കഴിപ്പിച്ചു. 17 വയസ്സ് അങ്ങോട്ട് ആയി. അപ്പോഴേ അതിൻ്റെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അമ്മാവയ്ക്ക് നല്ല നീളമുണ്ട്, ഇച്ചിരി സൈസാണ്. അപ്പോൾ സാറിനെക്കാട്ടിലും നീളം ഉണ്ടെന്ന ഒരു തോന്നൽ ഒരു തോന്നൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം പറഞ്ഞില്ല, ആൻസർ പറഞ്ഞില്ല. അപ്പം സാറ് പറഞ്ഞു ലീലാമ്മ എന്നാ സ്കൂളിൻ്റെ പേര്. അപ്പം ലീലാമ്മ ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് പറയാൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്, ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറയാൻ പറഞ്ഞു. പിറ്റേന്ന് മുതൽ സ്കൂളിൽ പോയിട്ടുമില്ല. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ പോയിട്ടുമില്ല. അങ്ങനെ പിന്നെ വീട്ടിൽ കുറച്ച് നാൾ നിന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണാലോചന വന്നു. അപ്പം 17 വയസ്സൊക്കെ ആവുന്നതേ ഉള്ളൂ. 17 വയസ്സെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അപ്പുമോന് 17ാമത്തെ വയസ്സ്, 10ാം ക്ലാസ് പഠിക്കുക. അപ്പോഴേ പിന്നെ 1-2 കല്യാണക്കാർ വന്നപ്പം അമ്മാമ്മ അന്നെന്ന് പറയുന്നത് ചെറുക്കൻ വരുമ്പം കാപ്പി കൊണ്ട് കൊടുക്കുക, ചായ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക, അങ്ങനെ ആ പെണ്ണിനെ ഒന്ന് കാണുന്നത്. ഇതായി 1-2 കല്യാണക്കാർ വന്നപ്പോൾ അമ്മാമ്മ പിന്നെ കാപ്പിയോ ചായ എന്താണ്ട് ഇട്ട് കൊടുത്തപ്പോൾ അമ്മ കൊണ്ട് കൊടുത്തില്ല. പിന്നെ ഒരു കല്യാണക്കാർ വന്നപ്പം അമ്മാമ്മ ഓടിക്കളഞ്ഞ്. ഞങ്ങളുടെ പടിഞ്ഞാറശ്ശേരി റബ്ബറും തോട്ടം, ആ റബ്ബറും തോട്ടത്തിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് വിളിച്ച് മക്കളെ ഇങ്ങോട്ട് വാ, അതൊന്ന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഇപ്പം ഞാൻ വരുന്നില്ല, അമ്മ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ അല്ല, പിന്നെ കൊണ്ട് കൊടുത്തില്ല, കല്യാണം നടന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു കല്യാണം വന്ന്, അതാ ഇപ്പം നിലവിലുള്ളത്. കല്യാണം കഴിഞ്ഞ് അപ്പം എന്ത് ചെയ്തു, അപ്പം അമ്മാച്ചൻ്റെ വീട്ടിൽ വിരുന്ന് വന്നതാ. അപ്പം ഞങ്ങൾ അന്ന് താമസിക്കുന്നത് ഇളമ്പൽ എന്ന് പറയുന്ന കോട്ടോട്ടമുക്ക് ഇളമ്പൽ എന്ന് പറയുന്ന സ്ഥാനത്താണ്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കോട്ടവട്ടം എന്ന് പറയുന്നത് 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അമ്മാച്ചൻ്റെ വീട്ടിൽ വിരുന്ന് പോയി. അപ്പച്ചൻ രാവിലെ അവിടെ കൊണ്ടാക്കി. അമ്മാച്ചൻ അന്ന് റേഷൻ കടയുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ കൊണ്ടാക്കിയപ്പം ഈ അമ്മാമ്മയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവ്, അതാ അളിയെ, തൊട്ടപ്പുറത്ത് ബിസിനസ്സുണ്ട്, നെല്ല് പുഴുങ്ങി കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അമ്മാച്ചൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ്റെ കടയിൽ രാവിലെ വന്ന ആ പെണ്ണ ഏതാ? അന്നേരം പറഞ്ഞ എൻ്റെ ശേഷക്കാരിയാണ്. അതിനിപ്പോൾ കല്യാണം കഴിപ്പിക്കുമോ? അന്നേരം പറഞ്ഞ അറിയത്തില്ല, ചോദിച്ചെങ്കിലേ അറിയത്തുള്ളെന്ന്. അങ്ങനെ അമ്മാച്ചൻ്റെ വീട്ടിലോട്ടും പോയി. ഇയാൾ ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ വീട്ടിലോട്ടും പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നുണ്ട് അമ്മാച്ചനടുത്തൊക്കെ ചോദിച്ച് കാണുമായിരിക്കും. ഇയാൾ ചന്ദനപ്പള്ളിയിലാണ് മാമയുടെ വീട്, ചേട്ടൻ്റെ വീട്. അപ്പം അവിടെ ചെന്നിട്ട് അന്ന് എഴുത്തയക്കണമെങ്കിൽ 2-3 ദിവസമേ ഉണ്ടായോ. അപ്പം പിന്നെ ചെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വീട്ടിൽ വാർത്ത കിട്ടി, അമ്മാച്ചൻ്റെ വീട്ടിൽ വാർത്ത കിട്ടി, ഇതുപോലെ ചെറുക്കൻ കാണാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മാവയ്ക്ക് അമ്മാവി നല്ലൊരു ഒരു മുണ്ടും ഒരു തോർത്തും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞ്, നീ എന്തോ ഇങ്ങനെ നിൽക്കുന്നേ, ഒരു കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്നേ, നീ ഈ മുണ്ട് അങ്ങോട്ട് എടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞ് അമ്മാവി ഇച്ചിരി എന്തോ ഇങ്ങനെ നിൽക്കുന്നേ, ഇങ്ങനെ നടക്കുന്നേ എന്തുവാ എന്നും പറഞ്ഞുകൊണ്ടൊരു മുണ്ടും എടുത്തുകൊണ്ട് കൊടുത്തു, ഒരു തോർത്തും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അമ്മാവ ഇതൊന്നും കണക്കാക്കുന്നില്ല. അമ്മാമ വേഷം മാറിയിട്ട് പറഞ്ഞു, ഒരു കുടം എടുത്തുകൊണ്ട് താഴ്വശത്തൊരു കുളമുണ്ട്, കുളത്തിൽ പോയി വെള്ളം മുക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മാമ പോയി വെള്ളം മുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 2 ആണുങ്ങൾ വരുന്നു. അപ്പോഴും അമ്മാമയ്ക്ക് ഒന്നും തോന്നിയില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ അപ്പോഴത്തേന് അമ്മാവി ചായ ഇട്ടു, വെള്ളം മുക്കി കൊണ്ട് വന്നപ്പോഴത്തേന് ചായ ഇട്ടു. ചായ ഇട്ടുകൊടുത്ത് പറഞ്ഞ് എടി ഇതങ്ങോട്ടൊന്ന് കൊണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അമ്മാവ പോവിയല്ല. അപ്പോൾ അമ്മാവി ഇങ്ങോട്ട് വന്ന് എന്തോ ചെയ്യുന്നു, ആ മുറിക്കകത്തോട്ട് തെള്ളി അങ്ങിട്ട്, അത് ശരി. വീഴാനല്ല, തെള്ളി അങ്ങോട്ട് ആ മുറിക്കകത്തോട്ടാക്കി. അമ്മാവി അരക്കഥമായിരുന്നു, താഴത്തെ കുറ്റി അങ്ങിട്ട് ചമ്മാവി വാതുക്കെ നിൽക്കുക. അങ്ങനെയായിരുന്നു ആ പെണ്ണ് കാണൽ ചടങ്ങ് അന്നത്തെ കാലത്ത്. അങ്ങനെയായിരുന്നു പല വീടുകളിലും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെ.